നമ്മളുടെ ഓരോ ഗ്രഹത്തിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഗ്രഹത്തിൻ്റെയും ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ ജനിക്കുന്നത്. ആ ഗ്രഹത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റങ്ങളുണ്ടാവും. ഇത് പഠിക്കാൻ പാടില്ല എന്ന് ഖുറാനിൽ പറഞ്ഞിട്ട് എന്താണ് കാര്യം? പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളുള്ള ഈമാൻ പോകും. ഈമാൻ പോകുന്നത് ഞാൻ ജ്യോതിഷം എടുത്തിട്ട് നാളത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് നോക്കും. അപ്പൊ നാളെ എനിക്ക് നാളെ ഇന്നത് സംഭവിക്കും. ഷംസുൽ മആരിഫ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. മുസ്ലിംസിന്റെ ഇടയിലുള്ള ഒരു പുണ്യപുരാതന ഗ്രന്ഥമാണ്. അത് എല്ലാവരുടെയും ഒന്നുമില്ല. അതിനകത്ത് പലരുടെയും പൂരം പൂരാളം പിന്നെ അശ്വതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പേര് പറഞ്ഞിരിക്കുന്ന വേറെയാ. അത് നമ്മൾക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് പറയുന്നത് അല്ലല്ല, നമ്മുടെ ഇത് പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിക്കാം, പക്ഷെ നീ ഇത് പ്രാവർത്തികമാക്കരുത്. എന്താ ഈ ഷംസുൽ മആരിഫ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്തുള്ള സംഗതിയാണ് ഈ ജ്യോതിഷത്തിൽ പറയുന്നത്. അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന് പറയുന്ന ഇത്രയും നക്ഷത്രങ്ങൾ അതിനകത്തും പറയുന്നുണ്ട്. പക്ഷെ പേര് മാസം മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇത് പഠിച്ചാൽ എന്ത് സംഭവിക്കുന്നേ? നമ്മള് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഗ്രഹം ഇന്നടത്ത് നിൽക്കുന്നു, ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഇന്നടത്തോട്ട് മാറുന്നു. അപ്പൊ എന്തൊക്കെ സംഭവിക്കും നമ്മുടെ ഇന്ന നക്ഷത്രക്കാർക്കെന്നുള്ള അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഏത് നക്ഷത്രത്തിലാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം നാളെ ഈ ആഴ്ച എനിക്ക് എന്ത് സംഭവിക്കും, അല്ലെ എന്ത് പ്രയോജനമുണ്ട് എന്നുള്ളത്. നാളത്തെ കാര്യം നിങ്ങൾ എങ്ങനെയാണ് ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കുന്നത്? അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരാൾ ഇന്ത്യയിലുണ്ടോ? എത്രയോ പേരുണ്ട്. നാളെ കൃത്യമായിട്ട് എന്ത് നാളെ സംഭവിക്കുന്നത് സൂര്യൻ ഉദിക്കും. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാളെ നിനക്ക് ചിലപ്പം നഷ്ടം വരാം, അല്ലെ നിന്റെ നാളെ നിനക്ക് ഒരു അപകടം വരാം, അല്ലെ നാളെ ഇന്ന ഇച്ചിരി അങ്ങനെ പറയാൻ പറ്റും. അതെങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ പറ്റുന്ന ഗ്രഹങ്ങളുടെ നില എവിടൊക്കെ നിൽക്കുന്നു എന്ന് വെച്ച്. ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് സങ്കല്പമാണോ? ഈ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്ന മാതിരിയുള്ള ഗ്രഹങ്ങളല്ലേ? ഓരോ വ്യക്തികൾക്ക് പ്രത്യേകമല്ലല്ലോ. അതെ. അങ്ങനെ നമുക്കൊരു കാര്യം അറിഞ്ഞൂടെങ്കിൽ തർക്കിക്കാൻ നിൽക്കും. ഇപ്പോഴേ മൊബൈൽ എടുക്കുക, മെറ്റാടി ചോദിക്കുക, അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും, പഠിക്കുക. എന്നിട്ട് മെറ്റ പറയുന്നുണ്ടോ ഈ ഗ്രഹങ്ങള് നിലവെച്ചിട്ട് ഭാവി കണ്ടുപിടിക്കാൻ പറ്റുന്നു? മെറ്റ പറയുന്നത് അതിനകത്ത് ഡീറ്റെയിൽസ് തരും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. എന്ത് ജ്യോതിഷം എന്താണ് പറയുന്നുള്ളത് അതിനകത്ത് അറിയാൻ പറ്റും. ജ്യോതിഷം എന്ന കൺസെപ്റ്റ് വിശ്വസിക്കുന്നവർക്ക് അത് ഓക്കെ, അത് ഇപ്പൊ മന്ത്രവാദം എന്തായാലും ആവട്ടെ. പക്ഷെ ഈ ഗ്രഹങ്ങള് ഓരോ വ്യക്തിക്ക് വേണ്ടി വേറെ വേറെ ട്രാവൽ ചെയ്യുന്നില്ലല്ലോ. മുജീബെ, നമ്മൾ ജനിക്കുന്ന നിമിഷം ആ നിമിഷം ഗ്രഹം എവിടെ നിൽക്കുന്നു അത് വെച്ചിട്ടാണ് നമ്മളുടെ ഗ്രഹനില എഴുതുന്നത്. അതിനർത്ഥം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പിന്നെ ഓൾറെഡി ഫിക്സ് ചെയ്തെന്നല്ല അതിന്റെ അർത്ഥം. അത് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ആ ജനന സമയം വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അല്ല, ജനന സമയത്തിന്റെ ടൈം നോക്കി കഴിഞ്ഞാല് പിന്നെ മരണം വരെയുള്ള കാര്യങ്ങൾ അതില് പിന്നെ ആ ജനന സമയത്തിലൂടെ മനസ്സിലാവുന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ പ്രീ ഡിഫൈൻഡ് ആണെന്നല്ലേ അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും അങ്ങനെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ലൈഫ്. ഇപ്പൊ നമ്മൾ ഇന്ന സമയത്ത് ജനിച്ചാല് ഇന്നതാണ് സംഭവിക്കുന്നതായിരിക്കാം. അതേ സമയത്ത് ജനിച്ച വേറൊരാൾക്കും അതന്നെ സംഭവിക്കണ്ടേ? സംഭവിക്കത്തില്ല. അതെന്തോട്ടാ? ഒരു സെക്കൻഡ് മാറിയാൽ തന്നെ കാര്യങ്ങൾ മാറും. സെക്കൻഡ് മാറണ്ട, അതേ സെക്കൻഡ് തന്നെ ജനിച്ചാണെങ്കിലും അതേ മൈക്രോ സെക്കൻഡ് സെയിം ആയിരിക്കും. അപ്പോ ഒരേ സമയത്ത് ജനിച്ചവരൊക്കെ ഒരേ സമയത്ത് മരിക്കും? അങ്ങനല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ദശാസന്ധികളും ജനിക്കുന്ന സമയത്ത് തന്നെ പല ടൈപ്പ് ഓഫ് രീതിയിലൂടെ നമുക്ക് പിന്നെ ജീവിതത്തിൽ വ്യത്യാസം വരാം. നമുക്കൊരു ഭാര്യ വരുമ്പോഴേ അവരുടെ നക്ഷത്രത്തിന്റെ ഫലം കൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. നമുക്ക് നല്ല സമയം അല്ല എങ്കിൽ അയാൾക്ക് ചീത്ത സമയമാണെങ്കിൽ, അയാൾക്ക് നല്ല സമയം നമുക്ക് ചീത്ത സമയമാണെങ്കിൽ നമ്മൾ അതുകൊണ്ട് മാനേജ് ചെയ്ത് പോകും, പ്രശ്നമില്ലാതെ പോകും. നമുക്ക് ചീത്ത സമയമാണ് അയാൾക്കും ചീത്ത സമയമാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് അനുഭവിച്ചിരിക്കും. നേരെ മറിച്ച് ഭാര്യയ്ക്ക് നല്ല സമയം നമുക്ക് ചീത്ത സമയമാണെങ്കിലും വലിയ അപകടം വന്നാൽ തന്നെയും വലിയ പ്രശ്നമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ജനിച്ചു, പക്ഷെ അയാൾ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഇയാളുടെ നക്ഷത്രത്തിന്റെ ഈ ഫലത്തിന്റെ കുറച്ച് വ്യത്യാസം അങ്ങോട്ട് വരും. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ഒരേ സമയത്ത് ജനിച്ച ഒരാൾക്ക് രണ്ടുപേർക്ക് ഒരേ ഫലമായിരിക്കുമെന്നാ ചോദിച്ചത്. ആൾമോസ്റ്റ് ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അല്ലല്ല, കാര്യമുണ്ട്. ജനിക്കുന്ന സ്ഥലം കൂടെ നോക്കണം. അക്ഷാംശ രേഖാംശങ്ങൾ വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്ത് ജനിക്കുന്ന ആളിന്റെ ഫലം ആയിരിക്കത്തില്ല കൽക്കട്ട ജനിക്കുന്ന ആള്. അതാണ് ഇതിന്റെ ഡിഗ്രി വ്യത്യാസമല്ലേ. ഇപ്പൊ ഗ്രഹങ്ങളുടെ ജനിക്കുന്ന സ്ഥലവും ഗ്രഹത്തിന്റെ നിപ്പുമായിട്ടുള്ള വ്യത്യാസം നോക്കട്ടെ. അപ്പൊ നമ്മുടെ ജനനവും ഗ്രഹങ്ങളും തമ്മിൽ എന്താ ബന്ധമുണ്ട്? അതാണ് ജ്യോതിഷം. ജ്യോതിഷം പഠിക്കൂ.
ജ്യോതിഷം പഠിച്ചാൽ നാളെ ഭാവി അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയാം. കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എപ്പോൾ മരിക്കുമെന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് നിമിഷമൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഇത്രാം തീയതി അല്ലെങ്കിൽ ഇന്ന ദിവസം മരിക്കും എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ ഒരാളാണ് എൻ്റെ വാപ്പ. ഒരിക്കൽ പുള്ളിയുടെ എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്. അത് വേറെ ഒരു പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്ഥലം മാറിപ്പോയപ്പോൾ അത് എവിടെ പോയി. പുള്ളി അന്ന് എഴുതി വെച്ചിരുന്നു, ഞാൻ മരിക്കുന്നത് വെള്ളിയാഴ്ച. അതൊരു കോഇൻസിഡൻസ് അല്ലേ? ഇത്ര ഇന്ന വർഷം ഞാൻ ഇന്ന ദിവസത്തെ വെള്ളിയാഴ്ച കൂട്ടുമ്പോൾ 4 കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഞാൻ മരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. കൂട്ടുമ്പോൾ 4 കിട്ടുന്ന ദിവസം 22-ാം തീയതി പുള്ളി മരിച്ചേ. കൃത്യമായിട്ട് പുള്ളി അന്ന് എഴുതി വെച്ചിരുന്നു. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഇതൊക്കെ അറിയാമായിരുന്നു. റേക്കൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലും പുള്ളി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാ. അങ്ങനെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷത്തിലേക്ക് ഒരു താല്പര്യം. ഞാൻ പിന്നെ എന്തുകൊണ്ട് ജ്യോതിഷം പഠനം തുടങ്ങി കഴിഞ്ഞപ്പോഴേ തന്നെ ഞാൻ മതിയാക്കിയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ശ്ലോകങ്ങൾ കാണാൻ പഠിക്കണം. ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ പെൻഷൻ ആയതിനു ശേഷമാണ്. നമുക്ക് മെമ്മറി നീക്കത്തില്ല, മനസ്സിലായി. ആദിത്യൻ ശുഭനായ പ്രത്യേകതിവനായ എന്നും വരാന്നൊക്കെ പണ്ട് കുറെ ഇങ്ങനെ സംസ്കൃതത്തിൽ കുറെ സംഗതികളുണ്ട്. ഞാനിപ്പോ പറഞ്ഞ മലയാളമാണ്. ഇതെല്ലാം കാണാൻ പഠിച്ച് നമ്മളൊരു ജ്യോതിഷനെടുത്ത് ചെന്ന് അയാളെന്താ ചെയ്യുക, അയാളിത് നോക്കിയിട്ട് കുറെ സംസ്കൃതത്തിൽ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന സമയങ്ങൾ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ സംഭവിക്കാം, വീട്ടിൽ ഇന്ന സംഗതി മംഗളങ്ങൾ നടക്കും, മകന്റെ കല്യാണം ഇത്ര എന്നൊക്കെ പറയാറുണ്ട്. അത് ഈ ശ്ലോകങ്ങൾ കാണാതെ പഠിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നുള്ള മനസ്സിലാണ് ഞാൻ വെച്ച് മതിയാക്കിയത്. പക്ഷേ ജ്യോതിശാസ്ത്രം സത്യമായ കാര്യമാണ്. കൃത്യമായി പറയാൻ കഴിയുന്നവർക്ക്, കൃത്യമായി പഠിച്ചവർക്ക്, പഠിക്കാതെ പഠിച്ചെന്ന് അഭിനയിച്ച് ജീവിക്കാൻ വേണ്ടി പറയുന്നവർ പറഞ്ഞാൽ ശരിയാവത്തില്ല. ഏതെങ്കിലും ഒരു വ്യക്തിന്റെ കള്ളത്തരം പുറത്താവുമ്പോ അയാളത് അറിയാത്ത ആളായിരുന്നു എന്നുള്ള ഒരു രക്ഷപ്പെടൽ തന്ത്രമല്ലേ അത്? അല്ല, പുള്ളി അറിഞ്ഞില്ല. പുള്ളിന്നല്ലല്ലോ, ആരും ഇത്തരക്കാരും അറിയാൻ പോകുന്നില്ലല്ലോ. അത് നോക്കത്തില്ലല്ലോ. അല്ല, നോക്കിയാലോ അവർക്ക് അറിയെങ്കിലും നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ നോക്കത്തില്ല. കാര്യം എന്താ കാര്യം? വിധി നിയോഗം എന്നൊരു സംഭവം ഉണ്ട്. ഇത്രാം വർഷത്തിൽ ഇത്രാം തീയതി ഇയാളുടെ ഭാര്യ ഇയാളെ വിട്ടു പോകണമെന്ന് കൃത്യമായിട്ടുണ്ട്. അത് ജ്യോതിഷം നോക്കിയാൽ അറിയാം. നിയോഗം ഓക്കെ. നമ്മളിപ്പോ ദൈവം സൃഷ്ടിക്കുമ്പോ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് അയാളൊന്ന് മരിക്കുന്നു അറിയാം. അതാണ് നിയോഗം നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ നിയോഗം മനുഷ്യൻ എങ്ങനെ കണ്ടെത്തുന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയല്ലേ, ദൈവത്തിന്റെ കഴിവാണ് മനുഷ്യനുണ്ടാവുന്നത്. അവിടെയാണ് മനുഷ്യൻ. എന്തുകൊണ്ട് മനുഷ്യൻ ജ്യോതിശാസ്ത്രം കൊണ്ടുവച്ചു? പുള്ളി ഇറങ്ങാതിരുന്നാ പോരെ. മനുഷ്യന് ചുമ്മാ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിന് എന്തെങ്കിലും ഒരു കഴിവ് ദൈവം കൊടുക്കണമല്ലോ. ചിലര് വീടുണ്ടാക്കുമ്പോ കന്നിമൂല നോക്കും. കന്നിമൂല നോക്കാതെ വീടുണ്ടാക്കണമല്ലുണ്ട്. അവർക്ക് എന്താ കുഴപ്പമുള്ളത്? അവർക്ക് എന്താ കുഴപ്പമുള്ളതെന്നോ? അങ്ങനെ ജീവൻ ആരെങ്കിലും അറിയാമോ? എന്നൊന്നും ചോദിച്ചു നോക്കിയാൽ എന്താ ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ മുട്ടാതർക്കം പറയുന്നതാണ്. ഒരിക്കലും ഞാൻ സമ്മതിച്ചു തരത്തില്ല. ഈ കന്നിമൂല എന്ന് പറയുന്നത് വളരെ പ്രശ്നവും പിന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി. ഒരാൾക്ക് 10 സെന്റ് സ്ഥലമാണ്. ഒരാളെ കൊണ്ട് നോക്കിയപ്പോ ആ 10 സെന്റ് സ്ഥലത്തിന്റെ ഒരു മൂല കന്നിമൂലയാണ്. ആ മൂലയിൽ ബക്കൂസ് ഉണ്ടാക്കരുത്, കുളിമൂല ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു നിഷ്കർഷിച്ചു. ബാക്കിയുള്ള എവിടെ വേണേലും നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അങ്ങനെ ഉണ്ടാക്കി. ഒരു മൂലക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി. അവർ കന്നിമൂല അല്ലാത്ത സ്ഥലത്ത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതായത് ഒരു എൻഡിൽ നിന്ന് മാറ്റിയിട്ട് സെന്ററിലോട്ട് കൊണ്ടുവന്നു ഈ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ കന്നിമൂല അല്ലല്ലോ. ഫ്യൂച്ചറിൽ ഈ 5 സെന്റ് അല്ല 10 സെന്റ് രണ്ടായിട്ട് വിഭജിച്ച് 5 സെന്റ് ആക്കി. അതിന് ഒരു ബൗണ്ടറി വാൾ കെട്ടി രണ്ടാക്കി. അപ്പൊ നേരത്തെ കന്നിമൂല അല്ലാതിരുന്ന ഈ സ്ഥലം കന്നിമൂലയായി മാറി. അപ്പൊ അയാൾ ഒരു ബൗണ്ടറി വാൾ കിട്ടിയതുകൊണ്ട് മാത്രം ഈ സ്റ്റാറ്റസ് മാറി. എങ്ങനെ മാറും? ബൗണ്ടറി ആണല്ലോ. എന്റെ 10 സെന്റ് ഞാൻ 5 സെന്റ് നിങ്ങൾക്ക് തന്നു. ഞാന് കന്നിമൂല ആണെന്ന് വിചാരിച്ചിട്ട് മാറ്റി സ്ഥാപിച്ച വേറെ സ്ഥലത്ത് അത് നിങ്ങളെ കന്നിമൂലയായിട്ട് മാറിയല്ലോ. അതെങ്ങനെ സംഭവിച്ചു? അതെ, അതെങ്ങനെ ബൗണ്ടറി ഇങ്ങനെ പുതിയത് വരുന്നതനുസരിച്ച് മൂലകൾ ഇങ്ങനെ അതെങ്ങനെ? അപ്പൊ എന്താ ആ സ്ഥലത്തിന് നേരത്തെ ദോഷമില്ലായിരുന്നോ? അതാണ് ശാസ്ത്രം. നമ്മൾ കന്നിമൂല എന്ന് പറയുന്ന സംഗതി ഒരു വസ്തുവിനകത്ത് കന്നിമൂല എന്ന് പറഞ്ഞാൽ ഒരു തവണ അളന്ന് അത് വീണ്ടും വിരിച്ചാൽ വീണ്ടും അതിന് കന്നിമൂല നോക്കണം. അതെന്തിന്? അത് നോക്കണം. 2 വസ്തുവാ. ഒരു വസ്തു 2 എണ്ണമായപ്പോ മാത്രം അതിന് ദോഷം വരും. എങ്ങനെ വരുന്നത്?
ബൗണ്ടറീസ് മാറിയില്ലേ? ബൗണ്ടറീസ് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച അതിലെല്ലാം മനുഷ്യനാണ്, മനുഷ്യന് വേണ്ടി മാറുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കന്നിമൂല ഒരു പാർപ്പിടത്തിന് കന്നിമൂല എന്ന് പറയുന്നത് അവൻ ചുറ്റുവട്ടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ വസ്തുവിലാണ് കന്നിമൂല വരുന്നത്. അയാൾ രണ്ടാക്കിയപ്പോ അയാളുടെ മറ്റേ ഭാഗം മാറി. അപ്പൊ ഇവന് കന്നിമൂല വേറെ മനുഷ്യനാണ് കന്നിമൂല സൃഷ്ടിക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യന് വസിക്കേണ്ട സ്ഥലത്തിലാണ് കന്നിമൂലയുടെ ആവശ്യം വരുന്നത്. രണ്ടുപേര് വസിക്കുമ്പോ രണ്ട് കന്നിമൂല ആയില്ലേ? രണ്ട് കന്നിമൂല ആവുന്നത് എങ്ങനെ? ഒരേ പ്രോപ്പർട്ടി രണ്ടായ പോയില്ലേ? ആധാരം എന്ന് പറഞ്ഞത് മനുഷ്യന്മാര് കണ്ടെത്തിയ ഒരു സംവിധാനം അല്ലേ? എങ്ങളെ പേരുള്ള ആധാരം എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുമ്പോ ഭൂമിക്ക് എന്ത് മാറ്റം വരുന്നത്? ഭൂമിക്ക് മാറ്റം വരികയല്ലേ? എന്ത് മാറ്റം വരുന്നത്? പിന്നെ ഈ ഭൂമിയുടെ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റുമോ? നമ്മൾ സൗഹാർദ്ദത്തിലാണെങ്കിൽ നമ്മൾ രണ്ടായി വിഭജിച്ചു നമ്മുടെ ഭൂമി. ഞാൻ ബൗണ്ടറി വാൾ കെട്ടുന്നില്ല. നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ആധാരപ്രകാരം നിങ്ങളത് 5 സെന്റ്, എന്റേത് 5 സെന്റ്, നിങ്ങളുടെ വീട് അവിടെ, എന്റെ വീട് ഇവിടെ, രണ്ടും നമ്മൾ ഒരുപോലെ ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് എങ്ങനെ ബൗണ്ടറി വാൾ കെട്ടിയില്ല, അപ്പൊ കന്നിമൂല മാറും. അതായത് എന്റെ വീട് വേറെ, നിങ്ങളുടെ വീട് വേറെ, ബൗണ്ടറി വാളില്ലേ കന്നിമൂല? ബൗണ്ടറി വാളാണ് പ്രശ്നം. ബൗണ്ടറി വാൾ കെട്ടിക്കഴിഞ്ഞാൽ രണ്ട് കുടുംബമായില്ലേ? അല്ല, ഞാൻ എന്റെ പ്രോപ്പർട്ടിക്ക് ഒരു പ്രോപ്പർട്ടിക്ക് ഞാനൊരു 10 സെന്റ് പ്രോപ്പർട്ടി എന്റെ സ്വന്തമായിട്ട് വാങ്ങി. അതിന് ഞാൻ ബൗണ്ടറി വാളേ കെട്ടുന്നില്ല. അതിന് കന്നിമൂല ഉണ്ടാവോ? കന്നിമൂലുണ്ട്. അതെങ്ങനെ വരുന്നത്? കന്നിമൂല എന്ന് പറഞ്ഞ എന്താണ്? തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത്. അവിടെ വളരെ മനോഹര വൃത്തിയായിരിക്കണം, അഴുക്കും ഒന്നും പാടില്ല, അങ്ങനെയൊക്കെയാണ് അത് പറയുന്നത്. ആ കന്നിമൂല പിന്നെ വൃത്തികേടായി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അവിടെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. എന്ത് കോൺഫ്ലിക്റ്റ്? കോൺഫ്ലിക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. അല്ല, ഇതിലൊരു വ്യക്തമായ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. എന്ത് വ്യക്തത? ഇപ്പൊ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ബാംഗ്ലൂർ എന്തോ കന്നിമൂല? ബാംഗ്ലൂർ ഇട്ട ആട്ടോ താമസിക്കുന്നവർക്ക് എന്തോ കന്നിമൂല? കന്നിമൂല ഇല്ലല്ലോ. കന്നിമൂല ഇല്ല. അവിടെ കന്നിമൂല നോക്കിക്കൊണ്ട് കഴിഞ്ഞാല് ആകെ ഒരു സ്ക്വയർ ഫീറ്റിന് 4 ലക്ഷം രൂപ വെച്ചാണ് അവിടെ ബാംഗ്ലൂർ. അവർക്ക് എന്താ പ്രശ്നമുണ്ടോ? അവർക്ക് പ്രശ്നം ഉണ്ടാവാം. പക്ഷേ നമ്മളിപ്പോ അറിയത്തില്ല. ഇവര് സമയദോഷം വരുമ്പോ അതുകൂടെ ചേർത്തായിരിക്കും ഇവന് കിട്ടുന്നത്. സമയദോഷം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന, നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സമയദോഷം. അത് അന്നേരം അറിയത്തില്ല. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നവർക്ക് എത്രയോ പേർക്ക് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ചിലർ അസുഖമായിട്ട് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അസുഖം മാറും. കാര്യം എന്താ? അതാണ് ആ ഭൂമിയുടെ പ്രത്യേകത. അത് ഒരു അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസം എങ്ങനെ മുജീബ പറയുന്നേ? അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരാധാരം, എന്റെ പേരിലുള്ള ഭൂമി ഞാൻ നിങ്ങൾക്ക് വെട്ടിമുറിച്ചിട്ടില്ല. പിന്നെ ആദ്യം എങ്ങനെ ഉണ്ടാവും? ഞാൻ ആദ്യത്തും വെട്ടിമുറിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ഉണ്ടാവില്ലല്ലോ ബൗണ്ടറി ഇല്ല. ഞാൻ എന്റെ അയൽവാസി തമ്മിൽ മതിലില്ലാതെ ഷെയർ ചെയ്യുന്നു. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പിന്നെ വീടുണ്ടാക്കുമ്പോ എന്തിനാ കന്നിമൂല നോക്കുന്നത്? വീടും രണ്ട് വീടാ. വീടെന്ന് പറഞ്ഞ ആരൂഢമാണ്. ആരൂഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താമസിക്കാനുള്ള സ്ഥലമാണ്. അതിന്റെ ഓരോ മൂലയ്ക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ വെറും വസ്തുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, അതൊക്കെ. പക്ഷെ ഞാനൊരു വീടുണ്ടാക്കിയില്ലേ? ആ വീടിന്റെ തൊട്ടപ്പുറത്ത് വേറെ ആള് വീടുണ്ടാക്കി. അപ്പൊ ഇതിന് രണ്ടിനും 2 രൂപം വരുന്ന രണ്ടിനകത്തും വരും. വീടിന്റെ മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത്. വീടിന്റെ മൂലയാണ്. ആ വീടിന്റെ മൂലയാണ്. ആ വീടിന്റെ മൂലയിൽ ഇന്നെ വരാൻ പാടില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഒരു സ്ഥലത്ത് കന്നിമൂല നോക്കി വീടുണ്ടാക്കി, അതിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് വേറെ വീടുണ്ടാക്കും. വീടിനാണ് കന്നിമൂല, വസ്തുവിനല്ല. അപ്പൊ ഭൂമിക്ക് കുഴപ്പമൊന്നുമില്ല. ഭൂമിയുടെ അല്ല, വീടിനാണ് കന്നിമൂല വരുന്നത്. നിങ്ങൾ എവിടെ കൊണ്ട് വീട് വെച്ചാലും അവിടെ കന്നിമൂല നോക്കണം. നിങ്ങൾ ഒരു വലിയ വസ്തുവിനകത്ത് ബൗണ്ടറി ഒന്നും കെട്ടാതെ 2 വീട് വെച്ചാലും ഓരോ വീടിനും കന്നിമൂലയുണ്ട്. അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇവിടുത്തെ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ് ഈ വാസ്തു എന്ന് പറയുന്നത്. ഇവിടെ വാസ്തു എന്ന് പറയും, അവിടെ ഫെങ്ഷു എന്ന് പറയും ചൈനയില്. ചൈനയില് പല ഇങ്ങനെ നേറ്റീവ്സ് മാറ്റാൻ ഇതുപോലെ മണികെട്ടി തൂക്കിയാൽ മതി, അല്ലെങ്കിൽ ബുദ്ധന്റെ ഇത് വെച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അതിനെ ഫെങ്ഷു എന്ന് പറയുന്നത്. എന്റെ മദർ, എന്റെ അനിയൻ ഷൈജു എന്ന് പറഞ്ഞ വ്യക്തി കൊല്ലത്തൊരു വസ്തു മേടിച്ചു. വസ്തു വീടും കൂടെ വെച്ചു. ഈ വീട് നിർമ്മിച്ചത് ഒരു മുസ്ലിം ആയിരുന്നു. അയാൾക്ക് ഇപ്പൊ നിങ്ങളുടെ സൈസായിരുന്നു. കന്നിമൂലയും ഇതൊന്നും വലിയ വിശ്വാസമില്ല. പുള്ളി കൃത്യമായിട്ട് ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറേ മൂലയില് ടോയ്ലറ്റ് വെച്ചു. എന്നിട്ട് പുള്ളി വീട് വെച്ച് താമസിച്ചൊന്നുമില്ല. 2ാമത്തെ മാസം എൻ്റെ അനിയനെ വിറ്റു. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല.
മദർ വലിയ ആരോഗ്യമായിട്ട് വലിയ കുഴപ്പമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു. അന്നേരം അവിടെ പോയി താമസിച്ചു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. നമ്മൾ മൈൻഡ് ചെയ്തില്ല, ചികിത്സിച്ചൊക്കെ പോയി. പിന്നെ വന്ന് ക്രോണിക്കായി. അങ്ങനെ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് ഇവർക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം ഇങ്ങനെ വന്ന് പല രീതിയിലൊക്കെ നോക്കി അവസാനം അവിടെ കൊണ്ടുപോയി റേഡിയേഷനൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴൊരു ജ്യോത്സ്യം വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇവിടെ ഈ കഞ്ഞിമൂലയിൽ ഈ ടോയ്ലറ്റ് ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ആദ്യം വന്നപ്പോഴേ തന്നെ, എൻ്റെ ഒരു ഫ്രണ്ടാ, അദ്ദേഹം വന്നപ്പോഴേ തന്നെ ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ വീട്ടിലൂടെ ആരെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എൻ്റെ മദറിന് ഇങ്ങനെ കന്നിമൂലയിൽ ടോയ്ലറ്റ് വെച്ചതാണ് എൻ്റെ കുഴപ്പം, നിങ്ങൾ ആ ടോയ്ലറ്റ് അങ്ങ് മാറ്റാന്ന് പറഞ്ഞു. ടോയ്ലറ്റ് മാറ്റി കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. ടോയ്ലറ്റ് മാറ്റി, അത് വസ്തു വിറ്റു. പെട്ടെന്ന് നിൽക്കേണ്ട വന്നു, ഇവര് പോയി, അവരുടെ ക്യാൻസറും പോയി. അല്ല, ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറയുന്നത്, മൈ ഓൺ മദറിന്റെ കാര്യം പറഞ്ഞത്. അവരവിടുന്ന് ഇത് പോയി, അവര് പിന്നെ ചികിത്സയൊക്കെ കഴിഞ്ഞു, മൊത്തം പോയി, ക്യാൻസറും പോയി, പ്രശ്നങ്ങളൊക്കെ. പിന്നെ അവർക്ക് ക്യാൻസർ ആയിരുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഞാനും ഉണ്ടായ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീടുണ്ടാക്കുന്ന സമയത്ത് ഈ കന്നിമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവന്റെ പ്ലാന് പ്രകാരം ഒരു ടോയ്ലറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് കന്നിമൂലാണ്, ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാവും. അപ്പൊ പ്ലാൻ പ്രകാരം അവിടെ ടോയ്ലറ്റിനുള്ള സംവിധാനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇത് എന്താണ് ഇങ്ങനൊരു പരിഹാരം? ഈ എൻഡിലാണ് ടോയ്ലറ്റ് വരുന്നതിന്റെ പകുതി പോർഷൻ കട്ട് ചെയ്യുക, എന്നിട്ട് ആ പകുതി ടോയ്ലറ്റിന്റെ ശേഷം ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ടാക്കുക, കന്നിമൂലന്റെ പ്രശ്നം സോൾവ് ചെയ്യുന്ന. എന്ത് യുക്തിയാണ് ഇതിലുള്ളത്? അത് എവിടെ ആയിരിക്കും അറിയാമോ? മൂലയിലാണ് ഡ്രസ്സിംഗ് റൂം വന്നത്, അവിടെയാണ്, ഈ ഭാഗത്താണ് ടോയ്ലറ്റ്. ആ ടോയ്ലറ്റിനെ മുറിച്ചിട്ട് ഡ്രസ്സിംഗ് റൂം അപ്പുറത്താക്കാനാ പറഞ്ഞത്, ഇപ്പുറത്താക്കാനല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? അവിടുത്തെ നെഗറ്റീവ് പോയി, ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവിടെ മൂലയിലാണല്ലോ ഇത് വരാൻ പാടില്ലാത്ത ടോയ്ലറ്റ്. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നെഗറ്റീവ് ആണല്ലോ, ദുർഗന്ധവും കാര്യങ്ങളും ഒക്കെ. ഡ്രസ്സിംഗ് റൂം വന്നപ്പോ അവിടുത്തെ എഫക്ട് പോയി. അപ്പൊ ഈ ദുർഗന്ധം അവിടെ ഉണ്ടാവില്ലേ? ദുർഗന്ധം ഇപ്പഴത്തെ കാര്യമല്ലേ പറഞ്ഞു. ഇപ്പത്തെ ഇങ്ങനെ ലോജിക്കായിട്ട്, നിങ്ങളെ ലോജിക്കിന്റെ ആളാന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് പിന്നെ വാസ്തുവിദ്യയിലുള്ള കണക്കുകളാണ്, അതിന്റെ പരിഹാരങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും എന്നുള്ളത് കണ്ടുപിടിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല. അവര് കണ്ടുപിടിച്ചതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാറ്റമുണ്ട്. ഈ നിങ്ങൾ ഈ പറഞ്ഞ അതേ സംഭവം ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? അത് മുറിച്ച് എടുത്ത് കളയാൻ പറഞ്ഞു, അതെടുത്ത് കളഞ്ഞപ്പോഴത്തോട് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അവിടെ ഇപ്പൊ വേറെ ആൾക്കാർ വരുന്നുണ്ട്, അത് 4-5 കൈമറിഞ്ഞു ആ വസ്തു. ഇപ്പോഴും കന്നിമൂല ദോഷം പോയി. എന്നിട്ട് അവര് കുറച്ചപ്പുറത്തോട്ട് മാറി, എന്നിട്ട് പറഞ്ഞ ആ വസ്തുവിനെ നടുക്ക് വെച്ച് ഒരു ഭിത്തി കെട്ടിട്ട് അതിന്റെ അപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ടോയ്ലറ്റ്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. യുക്തിയില്ലാത്ത വിശ്വാസങ്ങളെ നമ്മൾ ന്യായീകരിക്കുന്നതിൽ നിങ്ങൾ വിലക്കെടുക്കണ്ട, വിലക്കെടുക്കുന്നവർ വിലക്കെടുത്തോളൂ. അത് ഒരു ആൻസർ അല്ലല്ലോ. അല്ല, അതാണ് ആൻസർ. ഇന്നത്തെ കാലത്ത് അതാണ് ആൻസർ. കാര്യം ഒരു മനുഷ്യന് പണ്ട് ഇത്രയധികം പിന്നെ വിവര സാങ്കേതിക വിദ്യകൾ ഇല്ല. ആരെങ്കിലും ഒരാൾ പറയണം, അല്ലെങ്കിൽ ഏതൊരു പുസ്തകം വായിച്ചു നോക്കണം. ഇപ്പോഴങ്ങനല്ല. ഇപ്പൊ ഒരു പുസ്തകമല്ല, 100-ലധികം പുസ്തകങ്ങളിൽ നിന്ന് ചെകഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഉത്തരം നെറ്റിൽ നിന്ന് കിട്ടുന്നത്. നമ്മളത് പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക, ഇല്ലേ കളഞ്ഞേക്ക്. ആരും നിങ്ങളെ ജ്യോതിഷം പഠിക്കാനോ പഠിപ്പിക്കാനോ അല്ലെ റേക്ക് പഠിക്കാനോ ഇങ്ങോട്ട് വരൂ എന്നൊന്നും ആരും വിളിക്കത്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുക. എന്നിട്ട് യു ഷുഡ് സ്റ്റഡി വെൽ ആൻഡ് നോ വാട്ട് ഇറ്റ് ഈസ്. അല്ലാതെ ഈ ഓപ്പൺ ഇതൊക്കെ റേക്ക് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുക. തീർച്ചയായിട്ടും ഇറങ്ങി ചെന്നിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഇതിനകത്ത് ഞാനൊന്നും കണ്ടില്ലെന്ന്. പക്ഷേ ഇങ്ങനെ പോയിട്ടുള്ള ഒരാളും ഒന്നും കണ്ടുപിടിക്കാതെ വരത്തില്ല. കാരണം എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങളിലൂടെയാണ് ഈ സാധനം ഇന്നിവിടെ നിലനിൽക്കുന്നത്. റേക്കി ആണെങ്കിലും പ്രാണിക് ഹീലിംഗ് ആണെങ്കിലും എന്ത് കുന്തുവാണെങ്കിലും. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സ്പീഡായിട്ട് പിന്നെ വ്യാപകമാകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരാളുടെ സഹായം വേണം. ഒരാളുടെ അസുഖം മാറ്റണമെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ റേക്കി ഹീലർ നിങ്ങൾ നിരന്തരം ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ എൻ്റെ മുമ്പിൽ വരണം, അല്ലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരണം. അതും ചികിത്സ എന്ന് പറഞ്ഞാലോ 1-2 മിനിറ്റ് ഒന്നുമല്ല, ഓരോ സെന്ററും 3 മിനിറ്റ് വീതം പിന്നെ എനർജൈസ് ചെയ്യണം. അങ്ങനെ എത്ര ദിവസങ്ങൾ ചെയ്യേണ്ടി വരും? അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും?
ഇവ അവനിലും വിശ്വാസം പോവും. ഓ ഇത് വലിയ പണി തൊന്തരവ്. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കാത്തത്. പക്ഷെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവൻ ഇതൊന്നും കളഞ്ഞിട്ട് പോയി ആയുർവേദം, അല്ലെങ്കിൽ ആയുർവേദത്തിൽ പോകുന്നില്ല, കാരണം സ്പീഡില്ല. എന്ത് ചെയ്യും? നേരെ ചെന്ന് അവിടെ ചെന്ന് മറ്റേ മരുന്ന് മേടിച്ച് കഴിക്കും, അലോപ്പതി. അലോപ്പതി മേടിച്ചാൽ പെട്ടെന്ന് അസുഖം കഴിയും. അതിൻ്റെ കൂടെ വേറെ 2 അളിയന്മാരുടെ കയറി ഇങ്ങോട്ട് വരും. അതല്ലേ സംഭവിക്കുന്നത്. ഇനി വേറൊന്നും ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളിപ്പോ പിന്നെ അന്തം വിടും. റേക്കിൽ സർജറി ഉണ്ട്. അതെങ്ങനെ സർജറി? അതാണ് റേക്കിൽ സർജറി എന്ന് പറഞ്ഞാൽ സാങ്കല്പിക സർജറിയാണ്. കിഡ്നി പേഷ്യന്റ് വരുമ്പോ വായുവിൽ വെച്ചിട്ട് സർജറി ചെയ്തിട്ട് മാറ്റിയ കഥകളൊക്കെ പറയുന്നുണ്ട്. അതുപോലുള്ള ഒരു അന്ധവിശ്വാസം. അയാൾ ചെയ്ത എന്താ വിചാരിക്കും? അയാൾ ചെയ്ത റേക്കി. വിശ്വാസം ഇല്ലാത്ത ഒരാളെ നിങ്ങള് രോഗിയായിട്ട് കൊണ്ടുവന്നാൽ ഒരു കാര്യം, ഒരാള് ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് വിചാരിക്കുക. ആ അന്ധവിശ്വാസത്തില് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഫലപ്രാപ്തി തോന്നുന്നത് സ്വാഭാവികല്ലേ? പക്ഷെ ഞാൻ അന്നേരം പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് താല്പര്യം അല്ലല്ല, ആൻസർ എന്നുള്ളല്ല. നമുക്ക് എല്ലാ രീതിയിലുള്ള സംഗതികൾ ഇപ്പൊ അവൈലബിൾ ആണ്. ഹോളിസ്റ്റിക് വേണ്ട, ആയുർവേദമുണ്ട്, കളരിയില് പിന്നെ കളരിയുടെ പരിപാടിയിലൂടെ പലർക്കും അസുഖം മാറുന്നുണ്ടല്ലോ, മരുന്ന് കുടിക്കാതെ പല എക്സസൈസിലൂടെ ഒക്കെ ചെയ്ത്. എന്താ അവിടെ ഫിസിയോതെറാപ്പി എഫക്ട് തന്നെ അല്ലേ? ആണല്ലോ. അത് തന്നെയാണ് റേക്കിയിലും ചെയ്യുന്നത്. ഞാൻ ഫിസിയോതെറാപ്പി ചെയ്താൽ അതിന്റെ എഫക്ട് എനിക്കല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ ഒരു തെറാപ്പിസ്റ്റ് വേണോ? ഈ റേക്കി ചെയ്യുന്ന ഒരാള് അയാൾ ചെയ്തുകൊണ്ട് മറ്റുള്ള ഒരാൾക്ക് എങ്ങനെ ഗുണം കിട്ടുന്നത്? അയാൾ ഇയാളുടെ അയാളുടെ ബോഡിയിലേക്ക് ഈ ഹീലർ വന്ന് ചെയ്താലാണ് അയാൾക്ക് പ്രയോജനം കിട്ടുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇയാള് റേക്കി പഠിക്കണം സ്വന്തമായിട്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു മസിൽ പെയിൻ ഉണ്ടായി കഴിഞ്ഞാല് ഞാൻ എന്റെ കൈ വെച്ചിട്ടൊന്ന് തടവിയാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ മസിൽ പെയിൻ ഒരു പിന്നെ ആശ്വാസം കിട്ടും. നിങ്ങൾ തടവൊന്നും ഞെക്കുന്നു. തടവ് നെക്കണ്ട, ചെറുതായി തടവിയാൽ തന്നെ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. സ്വാഭാവികമായിട്ട് തടവത്തില്ല, റേക്കിക്കാർ തടവത്തില്ല, ഞങ്ങൾ തൊടത്തേ ഉള്ളൂ. സ്പർശ ചികിത്സ. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? സ്പർശിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ കയ്യിൽ നിന്ന് മുളവരച്ച സംഭവം അങ്ങോട്ട് എനർജി ചെല്ലുമ്പോ നിങ്ങൾക്ക് ഇവിടെ ചൂട് ഫീൽ ചെയ്യും. എനിക്ക് പറ്റത്തില്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെയാണ് സംഗതിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോ സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ ഈ 7 ചക്രാസ് മിനിമം 7 ചക്രാസ് എങ്കിലും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ എനർജി ആ ഫ്ലോ വരത്തുള്ളൂ. എങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു റേക്കി യൂണിറ്റ് തുടങ്ങാത്ത തുടങ്ങിയാൽ ഡോക്ടർമാർ വീട്ടിലിരിക്കും. അപ്പൊ അത്രയും മനസാക്ഷി കുത്തുകൊണ്ടല്ല. വന്ന് പഠിക്കട്ടെ. നിങ്ങൾക്കറിയാം എത്ര ഡോക്ടർമാർ റേക്കി പഠിക്കുന്നുണ്ടെന്നുള്ളത്? ഈ പിന്നെ അമേരിക്കൻ ഐക്യനാടുകളില് ഹോളിസ്റ്റിക് ചികിത്സയ്ക്ക് ഇപ്പൊ ധാരാളം സ്കോപ്പുള്ള സ്ഥലമാണ്. അവിടെ ആദ്യം ഇവർ ഈ ഹോളിസ്റ്റിക് ചികിത്സ ചെയ്ത് നോക്കും, സീരിയസ് അല്ലാത്ത അസുഖമാണെങ്കിൽ, എന്നിട്ട് മാത്രമേ ഇവർ അലോപ്പതിയിലോട്ട് പോകും. ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന രോഗങ്ങളില് എല്ലാം ശരീരത്തിന്റെ പ്രശ്നം കൊണ്ടായിക്കൊള്ളുന്നില്ല. ചില നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഒക്കെ ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. ആ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അന്തരീക്ഷം ഡെവലപ്പായി വരുമ്പോൾ നമുക്ക് അസുഖം മാറും. ഇപ്പൊ നിങ്ങൾ പറയുന്ന റേക്കി ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ പ്രാണിക് ഹീലിംഗ് ആയാലും എന്ത്, ആ റേക്കിയിൽ എനിക്കുള്ള വിശ്വാസം കാരണം എന്റെ മെന്റൽ സ്ട്രെസ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. മെഡിസിന് പകരമായിട്ടുള്ള ഒരു ചികിത്സയായിട്ട് എങ്ങനെ പറയാൻ പറ്റും? മെഡിസിന് പകരമായിട്ടുള്ള ചികിത്സയായിട്ട് ആരും ലോകത്ത് ആരും ഇത് അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സമയമെടുക്കും. എല്ലാവരും ഇപ്പൊ ഭയങ്കര ഫാസ്റ്റിന്റെ ലോകത്താണ്. പടപട കാര്യങ്ങൾ പോണം, അസുഖം മാറണം, അവന് മറ്റൊരു ജീവിതത്തിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് റേക്കിക്ക് വേണ്ടി ഇരുന്ന് കൊടുക്കുവോ കിടന്നു കൊടുക്കുവോ ഒന്നും ചെയ്യത്തില്ല. യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ എക്സസൈസ് ആണല്ലോ. അപ്പൊ യോഗ ഒരു ബ്രീത്ത് കൺട്രോൾ ആയാലും നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്നുള്ള അതിന് റിസൾട്ട് ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിന് നമ്മളൊരു വിശ്വാസമായിട്ടോ അല്ലെങ്കിൽ പിന്നെ മതമായിട്ടോ ഒന്നും കാണേണ്ടിയില്ല. അപ്പൊ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് കിട്ടുന്ന ഒരു പക്ഷെ വേറെന്നുണ്ട്. അതൊക്കെ നിങ്ങൾ യോഗ ചെയ്താൽ എനിക്കൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ യോഗ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനൊരു ഫിസിയോതെറാപ്പി ചെയ്താൽ എനിക്കൊരു റിസൾട്ട് ഉണ്ടാവും, ഞാനൊരു എക്സർസൈസ് ചെയ്താൽ എനിക്കൊരു റിസൾട്ട് ഉണ്ടാവും.
പക്ഷെ ഞാനൊരു എക്സസൈസ് ചെയ്താല് എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്? നമ്മളെ ഗുരു അറ്റ്യൂൺ ചെയ്യുന്നത് തലയിലെ കൈ വെച്ചിട്ട് കുറെ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ അറ്റ്യൂൺ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ചാനലാവാൻ പറ്റുന്നത്, നമ്മുടെ കയ്യിലൂടെ എനർജി വരത്തുള്ളൂ. അല്ലാതെ നിങ്ങളിനി നിങ്ങൾക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ഒരു ഹീലർ ആവാനോ റേക്കി ചാനലാവാനോ പറ്റത്തില്ല. നമ്മളൊരു ഗുരുമുഖത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ചില പരിപാടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ എനർജി ഫീൽ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും അല്ലേ എനിക്കോ നിങ്ങൾക്കോ ഫീൽ ചെയ്യത്തില്ല. ഇത് പരമ്പരാഗതമായിട്ട് ഗുരുക്കന്മാരിൽ നിന്ന് വരേണ്ടതാണ്. മിക്കാവോ ഇസൂയി എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ടീച്ചറാണ്, ഒരു പാതിരിയായിരുന്നു. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇതിന്റെ റേക്കി എന്താണെന്നുള്ളത് മനസ്സിലായത്. ഇദ്ദേഹം ഏതോ ഒരു വലിയ മലമുകളിൽ പോയി ഇരുന്ന് തപസ് ചെയ്തു. അദ്ദേഹത്തിന് നെറ്റിൽ എന്തോ വന്നിരിക്കുന്ന പോലെ തോന്നി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ മറിഞ്ഞു വീണപ്പം മുറിഞ്ഞു. അദ്ദേഹം ചെയ്തു വെറുതെ ഇങ്ങനെ കൈ അങ്ങോട്ട് വെച്ചപ്പോൾ പെട്ടെന്ന് ഈ മുറിവ് ഉണങ്ങി. അപ്പൊ എനിക്ക് പുള്ളിക്ക് മനസ്സിലായി എന്തോ പവർ ഉണ്ടെന്ന്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ എന്തൊക്കെയോ കുറെ ഇൻസിഡൻസ് വന്നു. ഞാൻ അതിന്റെ ഇത് കോഴ്സിൽ പഠിക്കാൻ പോയത്. പക്ഷെ നമുക്ക് പറ്റില്ല. നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആവണം, നമ്മൾ മണിക്കൂറോളം ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. അത്രയും പവർ നമ്മളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പറ്റും. റേക്കി പഠിച്ച ആളിന് മഴ നിർത്താൻ പറ്റും. നിങ്ങൾ ചിരിക്കുവോ? തീർച്ചയായിട്ടും ചിരിക്കൂ. പറ്റും, ചിരിക്കൂ. അങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത, എനിക്ക് അറിഞ്ഞൂടാത്ത കോടിക്കണക്കിന് കാര്യങ്ങൾ ഈ യൂണിവേഴ്സിലുണ്ട്. അതാരാ ചെയ്തത്? അങ്ങനെ റേക്കി പഠിച്ച് മഴ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾ മഴ നിർത്തും? ഞാൻ മഴ നിർത്തിയിട്ടുണ്ട്. നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു സ്ഥലത്തൊരു കാര്യം സാധിക്കാൻ പോകുന്നു, നമുക്ക് അയാൾ അനുകൂലമായിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചാൽ ചില സംഗതികളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ കൂടോത്ര മന്ത്രമൊന്നുമല്ല, നമ്മൾ കുറച്ച് മെന്റലി കുറെ സാധനങ്ങൾ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ സംഭവം വലിച്ച് സബ്ജക്റ്റിലേക്ക് പോയി ഞാൻ പറഞ്ഞു തരുന്നു. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവിടെ ചെല്ലുമ്പോൾ അയാൾ നമുക്ക് അനുകൂലമായിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മഴ നിർത്താൻ പറ്റും. നിർത്താൻ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ പഠിക്കൂ. നിങ്ങൾക്ക് ഞാൻ എന്റെ ക്ലാസ്സിനുള്ള അഡ്രസ്സും കാര്യങ്ങളും തരാം. നിങ്ങൾ പോയി 1st and 2nd ഡിഗ്രിയും പഠിക്കുക. നിയതിയുടെ നിയോഗത്തിനെ മാറ്റാൻ ഒരു റേക്കിക്കും പറ്റത്തില്ല. എവ്രി മൂവ്മെന്റ്സ് ആർ പ്രോഗ്രാംഡ്. ദൈവത്തിന്റെ പ്രോഗ്രാം എന്താണോ അതേ നടക്കൂ. ഇപ്പൊ അതിനു വേണ്ടി എല്ലാവരുടെ കൂട്ടപ്രവർത്തനം നടത്തുന്നു. അത് നടക്കാനാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് മൂവ്മെന്റിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാത്ത രീതിയിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും. അതുകൂടി ഈ കൂട്ടപ്രാർത്ഥനകള് നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ദൈവത്തോട്, യൂണിവേഴ്സിൽ. അല്ല, യൂണിവേഴ്സ് പ്രപഞ്ച ശക്തിയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അപ്പൊ പ്രപഞ്ച ശക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മനുഷ്യനല്ല എന്നുള്ളത് മനുഷ്യന് 100% ബോധ്യമുണ്ടല്ലോ. അത് ചോദിക്കണ്ടല്ലോ, ബോധ്യമുണ്ടല്ലോ. അപ്പം മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ കഴിയുന്നത് പ്രപഞ്ച സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിനെ നമ്മൾ എന്തിനു തള്ളിക്കളയണോ? അത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളല്ലേ. പക്ഷെ മറ്റുള്ള സംഗതി അതല്ലല്ലോ. നിങ്ങൾക്ക് കഴിയാത്തത് ഞാൻ ചെയ്യാണല്ലോ. അമാനുഷിക കാര്യം നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്കും ചെയ്യാം. അതെങ്ങനെ? എന്താ റേക്കി പഠിച്ചാൽ നിങ്ങൾക്ക് മിറാക്കിൾസ് കാണിക്കാൻ പറ്റും. മിറാക്കിൾസ് മനുഷ്യനെ എങ്ങനെ കാണിക്കാൻ പറ്റും? മനുഷ്യൻ ഇത് പഠിക്കുന്നത് എന്തിനാ? മനുഷ്യനിൽ പ്രയോഗിക്കാൻ. മഴ നിർത്താൻ പറ്റുന്നു. സ്വാമി വിവേകാനന്ദന് വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാൻ പറ്റി. നിങ്ങൾക്ക് പറ്റൂ? വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ പറ്റി എന്ന് പറഞ്ഞല്ലോ. വെള്ളത്തിന്റെ മുകളിലൂടെ മുങ്ങിത്താഴ്ന്നു പോവാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന എത്രയോ ജീവികളുണ്ട്. ജീവിയുടെ ഫിസിക്കൽ കണ്ടീഷനാണ്. അല്ല, മനുഷ്യന് പറ്റൂ? മനുഷ്യന് പറ്റുമെന്ന് ഞാൻ പറയാം. വെള്ളത്തൂടെ നടക്കാൻ എനിക്ക് പറ്റൂല. പക്ഷേ ഞാന് വെള്ളത്തിലേക്ക് ചാടിയാൽ നീന്ത അറിയാത്ത ആളാണെങ്കിൽ താഴ്ന്നു പോകും. എന്നൊക്കെ പറയട്ടെ. നീന്ത അറിയുന്ന ആളാണെങ്കിൽ കുറെ സമയം അവിടെ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കാൻ പറ്റൂ. പക്ഷെ ചില എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാര് വെള്ളത്തിന്റെ മുകളിൽ ചിലപ്പം മിനിറ്റുകളോ മണിക്കൂറുകളോ മലർന്ന് കിടക്കാൻ സാധിക്കുന്നവരുണ്ട്. വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാനൊക്കെ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാനൊക്കൂല. പറ്റും. എങ്ങനെ പറ്റില്ല? വെള്ളത്തിന്റെ അടിയിൽ പല മജീഷ്യന്മാരും വെള്ളത്തിലൂടെ നടക്കുന്നുണ്ടല്ലോ. എങ്ങനെ നടക്കുന്നത്? ഒരു സാധനം മേളിൽ പൊങ്ങി കിടക്കണമെങ്കിൽ എന്താണ് അതിനകത്ത് വേണ്ടത്? ഇവിടെ നമ്മളൊരു സാധനം ഇട്ടാൽ, ഇങ്ങനെ ഇട്ടാൽ എന്ത് സംഭവിക്കും? താഴോട്ട് പോകും. എന്തുകൊണ്ടാ? ഗുരുത്വാകർഷണ ബലം ഉള്ളത് കൊണ്ട്. അപ്പൊ ഇത്രയും എനർജി അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അതെ. ഞാൻ തിരിച്ച് അത്രയും ഓപ്പോസിറ്റ് അങ്ങോട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് കൊടുത്താൽ ഞാൻ അവിടെ എയറിൽ നിൽക്കും. അതാണ് ആ കഴിവാണ് വിവേകാനന്ദന് ഉണ്ടായിരുന്നത്. മെഡിറ്റേഷനിൽ പവർ കൊണ്ട് അദ്ദേഹത്തിന് അത് കൊടുക്കുന്നതിന്റെ അത്ര എനർജി അവിടെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് പുള്ളി പോയത്. ഈ പുള്ളി പോയപ്പോ ഇവിടെ നിന്നൊരു സന്യാസി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞേ, ഹലോ
എന്തോ കാണിച്ചെന്ന് ചോദിച്ചു. വർഷങ്ങളുടെ തപസ്സി കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ ഒരു കഴിവ്. അത് ഇയാള് വെറുതെ ജനത്തിന്റെ ഇടയിൽ ആളാകാൻ വേണ്ടി ഇത് കാണിച്ചല്ലോ എന്നാണ് അങ്ങനെ ചോദിച്ചത്. ഞാൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്നെ പറ്റി, ആ കേട്ട ഞാൻ വേറെ ആളോട് പറയുന്നു എന്നുള്ള അല്ലാതെ ഈ അമാനുഷിക കഴിവുകൾ മുഴുവൻ ഇങ്ങനെ ഒരാൾ മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ അതിലും കൂട്ടി പറഞ്ഞ് ഇങ്ങനെ ഞാനൊരു സംഭവമാണെന്ന് ഞാൻ ജസ്റ്റ് പറയും. പിന്നെ നിങ്ങൾ പറയും നിങ്ങളൊരു സംഭവം മാത്രമല്ല വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയും. അങ്ങനെ മൂന്നാമതൊരാളോട് ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളറിയാത്ത നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുക അതിലും വലിയൊരാളായിട്ട് നിങ്ങൾ മാറുന്നത്. അങ്ങനെയാണ് മുജീബ് വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പഴയ കാലത്തെ കഥകളൊന്നും അങ്ങനല്ല. ഇന്നത്തെ പോലെ പൊടുപ്പുന്നെങ്കിലും വെച്ച് പറയുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല അന്ന്. അതായത് ഒരു മനുഷ്യന്റെ ഫിസിക്കൽ എബിലിറ്റി കാലഘട്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ഫിസിക്കൽ എബിലിറ്റി പഴയ കാലത്തുള്ള മനുഷ്യന്മാർക്ക് ചിലപ്പോൾ എനർജി കൂടുതൽ ഉണ്ടാവാം. നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും പുറത്തു വരാത്തതെന്ന് വെച്ചാൽ നമ്മള് ഇറച്ചിയും മീനും മുട്ടയും കാളയും പോത്തിനെയും ഒക്കെ തിന്നുന്നോണ്ടാ നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ആകുക. ആദ്യം മനുഷ്യൻ പ്യൂർ വെജിറ്റേറിയൻ അല്ലല്ലോ. പറയട്ടെ, മനുഷ്യൻ പ്യൂർ വെജിറ്റേറിയൻ, മനുഷ്യനെ സൃഷ്ടിച്ചത് പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടാണ്. മനുഷ്യനെ പ്യൂർ വെജിറ്റേറിയൻ തിന്നാന്നാണ് പറഞ്ഞു വിട്ടത്. നമ്മളാണ് മനുഷ്യൻ എന്താ ചെയ്യുന്നത്, ആടിനെയും മാടിനെയും തിന്നാം. ഈ ആടും മാട് എന്നെങ്കിലും പിന്നെ തിന്നിട്ടുണ്ട്. മനുഷ്യന്റെ പല്ലുകളുടെ ഘടനയും മനുഷ്യന്റെ പ്രകൃതിയൊക്കെ ശാസ്ത്രം പരിശോധിച്ചതിൽ നിന്ന് തന്നെ മനുഷ്യനൊരു മിശ്ര ബുക്കായിട്ടാണ് കാണുന്നത്, അല്ലാതെ സസ്യ ബുക്കല്ല. മനുഷ്യൻ ജനിക്കുന്ന സമയത്തെ പണ്ട് നിയാണ്ടർതാൽ ക്രൊമാഗ്നൻ മനുഷ്യന്മാരുണ്ടായിരുന്ന ആ കാലഘട്ടം പിന്നീടാണ്. ആദ്യമൊക്കെ അവര് പിന്നെ പുല്ലും കുന്തം കൊടുത്തക്കറൊക്കെ തിന്നിട്ടാണ് പിന്നെയാണ് വന്ന് വേട്ടയാടാനും മനുഷ്യനെ. വേട്ടയാടാൻ ആയുധങ്ങളില്ലായിരുന്നു, ആയുധങ്ങൾ വരാൻ ആയുധങ്ങൾ അവരെന്തിനു കണ്ടെത്തി? അത്രയും കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടാത്തതുകൊണ്ട് അത് വന്നത് കാലാന്തരത്തിലാണ്. കാലാന്തരത്തിൽ പരിണാമങ്ങളിലൂടെയാണ് മനുഷ്യൻ ഈ കോലമായത്. നമ്മൾ എന്തൊക്കെ ആവണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നിയതിയുടെ ഒരു നിയോഗമുണ്ട്. എവറി മൂമെന്റ്സ് ആർ പ്രോഗ്രാം. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നടക്കും. നമ്മൾ ഒരിക്കലും ഈ എന്തുകൊണ്ടാണ് വലിയ വലിയ ഡോക്ടർമാരുടെ മക്കളെ ഡോക്ടറാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്തുകൊണ്ടല്ല എല്ലാവരും ഒന്നും ഡോക്ടർ ആവാത്തെ? ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് ഗോഡ്. അവൻ ഡോക്ടറാവാൻ പാടില്ല, അവൻ ഡോക്ടറാവാനായിരിക്കത്തില്ല, വേറെണ്ണത്തിന്റെ ഇതായിരിക്കും. നിയതിയുടെ നിയോഗത്തിനനുസരിച്ചേ പോകാൻ പറ്റും. അതാണ് ഈ ദൈവത്തിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാര്യം എന്താണ്, നമ്മൾ ചെയ്യാനുള്ള സമയാസമയം നമുക്ക് ഉത്തരവ് വരും, നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ എൻ്റെ ജന്മം ഇങ്ങനെ നല്ല ഒരു പ്രശ്നങ്ങളില്ലാതെ പോകുന്ന ആളായി എന്നതുകൊണ്ട് ഞാനിങ്ങനെ പ്രശ്നമില്ലാതെ പോകുന്നു. ചിലരുണ്ട് അന്യന്റെ എങ്ങനെ ഉപദ്രവിക്കാം, എങ്ങനെ പിടിച്ചെടുക്കാം, ഇങ്ങനെയുള്ള ചിന്തകളുള്ള എത്രയോ സുഹൃത്തുക്കളും ആൾക്കാരെ നമുക്കറിയാം. കാര്യം എന്താ, ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് ഗോഡ്. അവന്റെ നിയോഗം അങ്ങനെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. കൂടോത്രം എന്നൊക്കെ പറയുന്നില്ലേ, അത് നമ്മൾ മലയാളത്തിൽ പറയും. അറബിയിൽ സിഹിർ മറ്റെന്നൊക്കെ പറയും. ഇപ്പൊ സിഹിർ അല്ലെങ്കിൽ ഒരാളെ ഒരു മരണം ചെയ്യുക എന്നൊക്കെ പറയണ്ടല്ലോ. ഞാൻ അത്തരം ഒരാളെ എനിക്ക് മരണം ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവും. അതല്ല, എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല, ഞാൻ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ അല്ലെങ്കിൽ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു പുല്ലും സംഭവിക്കില്ല. ഇതൊക്കെ ഒരു മെന്റലി ആയിട്ടുള്ള ചില ഉപബോധ മനസ്സിന്റെ ചില പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത്തരം ഈ മെന്റലി വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇത്തരം അടിസ്ഥാനം ഇല്ലാത്ത ചികിത്സാ രീതികൾ കൊണ്ട് വശീകരിക്കാൻ പറ്റൂ എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അങ്ങനൊന്നും അല്ല. അതിന് മുജീബ് പറഞ്ഞതിനോട് ഞാൻ പകുതിയോളം യോജിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നമുക്ക് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ഓരോ പ്രോഗ്രാമുകളാണ്. അവൻ എങ്ങനെ പോകണം, എങ്ങനെ ജനിക്കണം, എവിടെ ജനിക്കണം, എങ്ങനെയൊക്കെ ആയിത്തീരണം എന്നുള്ള നേരത്തെ പ്രോഗ്രാം കൂട്ടി വെച്ചിട്ടുണ്ട്. മാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒരു ജോലി കിട്ടാതെ എത്രയോ പേര് നമുക്കറിയാം. ഒരു വകയെ പഠിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പം ആ അടക്കുന്ന അച്ഛനങ്ങ് മരിച്ചു, അവന് ജോലി കിട്ടി. അങ്ങനെ എത്രയോ പേരുണ്ട്. നമുക്ക് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നന്മ ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, നമുക്ക് കിട്ടിയതിനെ വെച്ച് സന്തോഷത്തോടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കി, പിന്നെ സമൂഹത്തിലൊരു സമൂഹജീവിയായിട്ട് എല്ലാം ജീവിച്ച് കുടുംബകാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, എന്നാൽ എൻജോയ്മെന്റിന് കുറയാൻ പാടില്ല. പിന്നെ എനിക്ക് ഈ കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ജാതിയും മതവും ഒന്നും അല്ല. അതൊക്കെ ഇനി
10 വർഷം കഴിയുമ്പോഴത്തേക്ക് ജാതിയും മതമൊക്കെ പോകും. ഇപ്പൊ തന്നെ പിള്ളേർ കല്യാണം പോലും കഴിക്കുന്നില്ല. പരസ്പരം എന്താണ് ലിവിങ് ടുഗദർ. അത് വേറൊരു ടോപ്പിക്കാണ്. അല്ല, അത് ഞാൻ പറഞ്ഞു തരാം. ഈ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം പറഞ്ഞു തരാം. അപ്പോ ജാതി മതവും നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കരുത്. കാരണം ചിലര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇങ്ങനെയുള്ള ബുദ്ധിയുള്ളവരായിരിക്കും. അവരെ വിട്ടിട്ട് നല്ലവരെ സ്നേഹിക്കുക. പിന്നെ കഴിയുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ദൈവവിശ്വാസം കൊണ്ട് മനുഷ്യന് എന്താണ് ഗുണമെന്ന് യുക്തിവാദികൾ ചോദിക്കാറുണ്ട് അല്ലേ? ദൈവവിശ്വാസം കൊണ്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം ഈ മൊറാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഈ മൊറാലിറ്റി ശാസ്ത്രത്തിലൂടെ അല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്, ദൈവവിശ്വാസത്തിലൂടെ പഠിക്കുന്നത്. പരസ്പര സ്നേഹമോ അല്ലെങ്കിൽ സഹോദര്യവും അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകള്, ധാർമ്മികത, ഇതൊന്നും ശാസ്ത്രം പഠിപ്പിക്കില്ലല്ലോ. നമ്മുടെ ഒരു മനുഷ്യനായിട്ട് പരസ്പരം മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു മനുഷ്യനായിട്ട്, ഒരു സ്നേഹമുള്ള മനുഷ്യനായിട്ട് ഒരാള് എന്തുകൊണ്ടാണ് ആയിത്തീരുന്നത്? ഒരു മൊറാലിറ്റി ഇല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എല്ലാവർക്കും നന്മ ചെയ്യണം. ഈ നന്മ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ആരാ പറഞ്ഞ്? മതങ്ങളല്ലേ. എന്നുവെച്ചാൽ അപ്പൊ ദൈവവിശ്വാസം കൊണ്ടാണ് മനുഷ്യനായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ സയൻസ്, നിങ്ങൾ ശാസ്ത്രത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാല് നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഇതിനോട് കമ്മിറ്റ്മെന്റ് വേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഇതിനോട് വേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കണം എന്നുള്ള ചിന്താഗതി നമുക്ക് ഇന്നോടെ വരുന്നത്? ഇന്ന് ഞാൻ നിങ്ങളെ സഹായിച്ചാൽ നാളെ ഞാൻ മരിച്ചു ചെന്നാൽ ദൈവം എന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നത്. ദൈവം എന്ന് പറഞ്ഞൊരു എറ്റേണൽ പവർ, ഒരു സൂപ്പർ പവർ ഉണ്ടെന്നും ആ ദൈവം എല്ലാം കാണുന്നുണ്ടെന്നും ഞാൻ എന്റെ ഹൃദയം ദൈവം കാണുന്നുണ്ടെന്നുള്ള ഒരു തോന്നല് മനുഷ്യനുള്ളത് കൊണ്ടാണ് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടും ഈ മനസ്ഥിതിയും ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് ഈ ദൈവസങ്കല്പത്തിലൂടെ മാത്രമാണ്. മതങ്ങൾ കൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് അല്ലെ? മതവിശ്വാസികളാണ് ഇവിടുത്തെ ഭീകരന്മാർ, അല്ലെങ്കിൽ മതങ്ങളാണ് ഇവിടെ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഉള്ള ഒരു നരേഷനില്ലേ? ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. മൃഗങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിന്താഗതി ഉണ്ടോ? മൃഗങ്ങൾക്ക് അച്ഛന്, അമ്മ, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ പെങ്ങള്, അങ്ങനെയുള്ള എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ? അവർക്ക് എല്ലാ മൃഗങ്ങളും വേറൊരു മൃഗമാണ് അല്ലേ? പക്ഷെ മനുഷ്യൻ അങ്ങനെയാണോ? എന്തുകൊണ്ടല്ലാത്തത്? മൊറാലിറ്റി എവിടുന്ന് വന്നു? ദൈവവിശ്വാസത്തിൽ നിന്നാണ് വന്നത്, ശാസ്ത്രത്തിൽ നിന്നല്ല വരുന്നത് അല്ലേ? അപ്പൊ മൊറാലിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യനാവുന്നത് ഈ ഒരു ദൈവസങ്കല്പത്തിലൂടെയാണ്. നിരീശ്വരവാദികൾക്ക് മൊറാലിറ്റി ഇല്ലേ? മുജീബ് പറയുന്നത് ദൈവവിശ്വാസികൾക്ക് മൊറാലിറ്റി ഉണ്ടാവുന്ന പറയുന്നത്. അല്ല, ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ. ഇപ്പൊ യൂറോപ്പില് കുറച്ച് മുന്നേ രക്തബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം നിരോധിച്ചില്ലേ യൂറോപ്പില്? അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? അത് എവിടുന്നുണ്ടായതാ? ഈ നിരീശ്വരവാദത്തിൽ നിന്നല്ലേ അതൊക്കെ ഉണ്ടാവുന്നത്. ഒരിക്കലും ഒരു മതവിശ്വാസിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. അപ്പൊ നിരീശ്വരവാദം, അതായത് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നിരീശ്വരവാദി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും മനുഷ്യൻ സ്ത്രീ പുരുഷൻ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതേ പറഞ്ഞ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ രീതി വരും. അപ്പൊ അവർക്ക് അത്തരം ധാർമ്മികതകൾക്ക് അവിടെ പ്രസക്തി ഇല്ലല്ലോ. കൺസെന്റ് ഉണ്ടെങ്കിൽ ആരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന്നുള്ളതാണല്ലോ ആ സങ്കല്പം. അപ്പൊ ആ സങ്കല്പം ആണോ മനുഷ്യന് വേണ്ടത്? അല്ല, അതിന് ശരി എന്ന് പറയുന്ന എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇന്നുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. കാലഘട്ടത്തിന്റെ കുഴപ്പം. അല്ല, ആ ഒരു കാഴ്ചപ്പാടിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് മനുഷ്യരല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു വഴിയല്ലേ? എത്തുകയാണ് അല്ലേ? ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മതങ്ങളാണ് ഇവിടെ കുഴപ്പക്കാര്. മതവിശ്വാസം കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മതതീവ്രവാദമാണ് രാജ്യത്തിന്റെ പ്രശ്നം. മതമില്ലാത്ത രാജ്യങ്ങളാണ് ഏറ്റവും സമാധാനമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് എന്റെ ഒരു ചിന്ത, എന്റെ ഇത്രയും കാലത്തെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരുടെ പിടിവള്ളിയാണ്. രാഷ്ട്രീയക്കാരന് വോട്ട് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഓരോ സംഗതികളാണ് ഈ മതം. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ രാജവംശമായിരുന്നു. അവിടെ അന്ന് പള്ളിയും ഉണ്ടായിരുന്നു, അമ്പലങ്ങളും ഉണ്ടായിരുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു.
പക്ഷെ ഇപ്പോഴും അതാണ് പറഞ്ഞത്. ഇല്ല, മതം എന്ന് പറയുന്നത് വികലമായിട്ട് ചിത്രീകരിച്ചിട്ട് മതങ്ങളുടെ നന്മയെ കെടുത്തി കളഞ്ഞത് കൊണ്ടാണ് മതം ഒരു അനാവശ്യ വസ്തുവായിട്ട് നമുക്ക് തോന്നുന്നത്. മതം എന്നുള്ളത് ഒരു മനുഷ്യനെ ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ദൈവിക സങ്കല്പമാണെങ്കിൽ ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ നമ്മൾ പിന്തുടരുന്നത് ആ ഒരു സിസ്റ്റം അല്ല. നമ്മൾ മെറ്റീരിയലിസം ആണ് പിന്തുടരുന്നത്. പ്രപഞ്ചം ഒക്കെ താനെ ഉണ്ടായതാണ്. നമ്മളിവിടെ വെറുതെ വന്നു ജീവിച്ചു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നു, മരിക്കുന്നു എന്നുള്ള ഒരു ചുരുങ്ങിയ കാഴ്ചപ്പാടിലേക്ക് ആളുകൾ മാറി വരുന്നതിനോടാണ് നമുക്ക് അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പം ഒരു ബഹുമാനം, ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒന്നും മടിക്കും. അതേപോലെ ദൈവവിശ്വാസികൾക്കും ദൈവം കാണുന്നുണ്ട്, ആര് കണ്ടില്ലേലും ദൈവം കാണുന്നുണ്ട്. ഞാൻ എനിക്ക് മരിച്ചില്ലേ ദൈവത്തിന്റെ മുമ്പിൽ അല്ല, അതായത് മരണശേഷം എനിക്കൊരു ലൈഫുണ്ട്. അവിടെ നമ്മള് ചോദ്യം ചെയ്യപ്പെടും, അനുസരിച്ചുള്ള കുറ്റത്തിനനുസരിച്ച് ശിക്ഷ കിട്ടും എന്നൊക്കെ ഉള്ള ചിന്ത. വീട്ടിലാണെങ്കിൽ അച്ഛനുണ്ട്, അച്ഛൻ വഴക്ക് പറയും, അടിക്കുന്നത് ചിന്ത ഉള്ളത് കൊണ്ടാണ് നമ്മുടെയൊക്കെ തലമുറകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയത്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അച്ഛനോട് അമ്മയോട് യാതൊരു കടപ്പാടും സ്നേഹവും. ഈ പുതിയ ആധുനിക ഈ നിരീശ്വരവാദ സങ്കല്പത്തിൽ അങ്ങനെ തന്നെ പറയുന്നത്, നമുക്ക് അച്ഛനോട് അമ്മയോട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. അവര് പിന്നെ നമ്മളെ ജനിപ്പിച്ചു, അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തെ അതിങ്ങനെ വന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ വന്നു, അവർ എൻജോയ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ജനിച്ചു. അതെ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് കടപ്പാടിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെ കർത്തവ്യമാണ്. അതങ്ങ് സംഭവിച്ചു, ഞങ്ങൾ ജനിച്ചു. ആരോട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റിന് ആവശ്യമില്ല, അറ്റാച്ച്മെന്റ്സ് ഒന്നുമില്ല, ഒന്നും ആവശ്യമില്ല. ഇല്ലാന്നല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ പിന്നെ സമൂഹം പോകുന്നത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ്. ഇത് എത്ര നാളിങ്ങനെ പോകുന്ന അറിയത്തില്ല. കുടുംബ ചുറ്റുപാടുകള്, അച്ഛനും അമ്മയും ഇപ്പൊ പലരും അച്ഛനും അമ്മയൊക്കെ എവിടെയെങ്കിലും ഇട്ടിട്ട് വേലക്കാരികളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ മരിക്കുമ്പം കാസറ്റിലൂടെ സങ്കടം പൊഴിയിക്കുകയൊക്കെ ചെയ്യുന്ന പോലൊരു കാലഘട്ടത്തിലൂടെ പോവാണ്. ഇത് എവിടെ ചെല്ലുന്നെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ കുറെ 60 പിന്നെ 70 കാലഘട്ടത്തിൽ ജനിച്ചവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകാൻ കഴിഞ്ഞു. നമ്മുടെ അടുത്ത തലമുറ എന്താവുമെന്ന് കണ്ടറിയാം. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കിയാൽ തന്നെ ഗുരുനാഥന്മാരിപ്പോ പല അധ്യാപകരും പണ്ടൊക്കെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന വിചാരിച്ച് വിദ്യാർത്ഥികൾ പേടിച്ചിരുന്നെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന അധ്യാപകർ പേടിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ചൂരിലെടുത്തൊരു കുട്ടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് പോലീസ് കേസാ. അമേരിക്കയിലൊക്കെ രക്ഷിതാവ് മക്കളെ തല്ലിക്കഴിഞ്ഞാല് അച്ഛന് അല്ല അമ്മക്കെതിരെ അച്ഛനെതിരെ കേസെടുക്കുന്നൊക്കെ ഒരു 10, 30, 40 കൊല്ലം മുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ അയ്യേ അതെന്ത് സിസ്റ്റമാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതല്ല സംഭവിക്കുന്നത്. അധ്യാപകർ പിന്നെ വിദ്യാർത്ഥികളെ തല്ലിയാൽ അധ്യാപകർക്കെതിരെ കേസ്, അച്ഛൻ മക്കളെ തല്ലിയാൽ അച്ഛനെതിരെ കേസ്. ഈശ്വര വിശ്വാസം ഒരു പരിധി വരെ നല്ലതാണ്. ഒരു പരിധി വരെ അല്ല, ഈശ്വര വിശ്വാസം കൊണ്ട് തന്നെയാണ് ഒരാളുടെ മുതല് അപഹരിക്കുന്നതിൽ ഒരു തെറ്റില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ സ്ഥിതി എന്താണ്? പണ്ടത്തെ മനുഷ്യനായിരുന്നല്ലോ കൈ കുല്ലവും കാര്യക്കാര്. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് പോകും. മനസ്സിങ്ങനെ പോവുകയാണെങ്കിൽ ഏത് മതങ്ങളായാലും ഏത് മതവിശ്വാസമായാലും ഒരു മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പരസ്പരം സ്നേഹിക്കുക, അതായത് മതം എന്നുള്ള പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ മനുഷ്യൻ എന്നുള്ള ഒരു പരിധി വെച്ചിട്ട് എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കുക, സഹജീവികളെ സ്നേഹിക്കുക, സഹജീവികളോട് സ്നേഹിക്കുക. മനുഷ്യരെ മാത്രമല്ല, സഹജീവികളോട് കരുണ കാണിക്കുക. അതെ, മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും മരങ്ങളോടും പ്രകൃതിയോടും നിങ്ങൾ സ്നേഹമുള്ളവരായിരിക്കുക. അതിലുപരി എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക. സന്തോഷം കൂടുമ്പം പിന്നെ മനസ്സ് നന്നാവുമ്പം കുടുംബം നന്നാവും. അങ്ങനെ നമുക്ക് നല്ല പിന്നെ പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, നടക്കാൻ കഴിവില്ലാതെ വന്നാൽ മനുഷ്യനെ കൊള്ളത്തില്ല. എന്നുവെച്ചാൽ കിടന്നു പോയാൽ തീർന്നു. അതിനു മുമ്പ് പണം കടം മേടിച്ചെങ്കിലും നിങ്ങൾ യാത്രകൾ ചെയ്യണം. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം സ്ഥലങ്ങൾ നടന്ന് കാണുക. കാറിലോ ബസ്സിലോ എപ്പോഴും നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ഇനി എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ നന്നായി സന്തോഷത്തോടെ ജീവിക്കുക. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.